ഈ നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുന്നതായിരിക്കും. അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. മാർട്ടിൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം ഇറക്കിയ വീഡിയോയാണ് കേസിലെ വിധി വന്ന ശേഷം വീണ്ടും പ്രചരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം വന്നൊരു വീഡിയോ ആണ്. പക്ഷേ അതിപ്പോൾ ഈ വിധി വന്നതിന് ശേഷം ഒന്നും കൂടി കൂടുതലായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അതിജീവിതയുടെ പേരടക്കം ഇങ്ങനെ പറയുന്ന വീഡിയോ അത് ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൈമാറി പോവുകയാണ്. അതിനെതിരെയാണ് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നത്. എന്താണ് അറിയിപ്പ്? ഗുഡ് മോർണിംഗ് പൂജ. എന്തായാലും ഈ വീഡിയോ പുതിയ വീഡിയോ അല്ല. മാർട്ടിൻ ആന്റണി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം ചെയ്ത ഒരു വീഡിയോയാണ്. അതായത് ഈ കേസിന്റെ ഒരു വിചാരണ ഘട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഇയാൾ ചെയ്ത ഒരു വീഡിയോയാണ്. ആ വീഡിയോയാണ് ഈ വിധി വന്ന ശേഷം വീണ്ടും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ കൃത്യമായും പറയുന്നത് ഈ അതിജീവിതയുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ട് മറ്റൊരു ഗൂഢാലോചനാവാദമാണ് ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആന്റണി മുന്നോട്ട് വയ്ക്കുന്നത്. ആ വാദം തന്നെ വിചാരണ കോടതി തള്ളി മാർട്ടിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 20 വർഷത്തെ കഠിന തടവ് വിധിച്ചു വിട്ടതിന് ശേഷമാണ് മാർട്ടിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചില പ്രമുഖരടക്കം ഈ കേസിലെ 8ാം പ്രതിയായ ദിലീപിനെ അനുകൂലിക്കുന്ന ചില പ്രമുഖരടക്കം അവരുടെ സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് പോകുക എന്നതാണ് ആലോചിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ആരൊക്കെയാണോ ഇത് പ്രചരിപ്പിച്ചിരിക്കുന്നത് അവർക്കെതിരെ എല്ലാം നടപടി വരും. ഇതിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയാണ് പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിയമപരമായി തെറ്റാണ് എന്ന് വിചാരണ കോടതി വിധിച്ചു വിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് അതിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ പേരടക്കം മാർട്ടിൻ പറയുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി ഇതിൽ കേസെടുക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഈ രാഹുൽ ഈശ്വറിന്റെ കേസിൽ സംഭവിച്ചതുപോലെ ചിലപ്പോൾ കടുത്ത നടപടികളിലേക്ക് പോകാം. അങ്ങനെയെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇത് പ്രചരിപ്പിച്ചവർ അടുത്ത ദിവസങ്ങളിൽ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.